തൊഴിൽ രഹിതരായിട്ടുള്ള ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളുമുള്ള നാടാണ്. അവരെ സർക്കാർ സർവീസിലേക്ക് നിയമിക്കുന്ന സംവിധാനമാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ. അവർ അത് സംബന്ധിച്ചുള്ള നടപടി പൂർത്തിയാക്കി അതിൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് അതിൻ്റെ നടപടി അനുസരിച്ച് മാത്രമേ ഏത് ഗവൺമെൻറ്റിന് നിയമനം നടത്താൻ സാധിക്കൂ. ഒരു CPOമാർ വന്ന് ഇവിടെ 18 ദിവസം നിരാഹാരം കിടന്നാൽ നിയമവും ചട്ടവും മാറ്റാൻ പറ്റുമോ? ഒരു PSC നിയമം മാറ്റാൻ പറ്റുമോ? കുറച്ച് പേര് വന്ന് സമരം നടത്തി എന്നുള്ളത് അവരെല്ലാ കാര്യങ്ങളും ആലോചിക്കേണ്ടതാണ്. അതുകൊണ്ട് നിയമപരമായി ഒരു ഗവൺമെൻറ്റിന് ചെയ്യാൻ കഴിയാവുന്നത് മാത്രമേ ഗവൺമെൻറ്റിന് ചെയ്യാൻ കഴിയൂ. നിയമങ്ങളും ചട്ടങ്ങളും പാലിച്ചേ പ്രവർത്തിക്കാൻ സാധിക്കൂ. എല്ലാ തൊഴിൽ രഹിതരായവരോടും അങ്ങേറ്റത്തെ അനുഭാവപൂർവ്വം പെരുമാറുന്നൊരു ഗവൺമെൻറ്റാണ് ഇവിടെയുള്ളത്. പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ തന്നെ ഇപ്പോൾ നിയമനത്തിന് വേണ്ടി പ്രത്യേക സംവിധാനം ഉണ്ടാക്കി. അവരാണ് ഇപ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത്. അങ്ങനെ എല്ലാം നല്ല നിലയിൽ നടത്തിക്കൊണ്ടു പോവുകയാണ്. അതുകൊണ്ട് 18 ദിവസത്തെ സമരം എന്തിനു നടത്തിയെന്ന് അവർ തന്നെ ആലോചിക്കേണ്ടതാണ്. അതുകൊണ്ട് നിങ്ങൾ നിലവിലുള്ള നിയമം മാറ്റാൻ പറ്റുമോ? ചട്ടം മാറ്റാൻ പറ്റുമോ? PSC നിയമങ്ങൾ മാറ്റാൻ പറ്റുമോ? അതാണ് നമ്മളെല്ലാം ആലോചിക്കേണ്ട വിഷയം. അതുകൊണ്ട് ആ സഹോദരിമാരോട് ഇങ്ങനെ സമരം നടത്തുന്നവരോട് ഉപദേശിക്കുകയാണ് വേണ്ടത്. യാഥാർത്ഥ്യം അവരെ ബോധ്യപ്പെടുത്തി അവരെ മനസ്സിലാക്കിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതാണ് ഗവൺമെൻറ് ചെയ്തത്. ഇത് തന്നെയാണ് ആശാ വർക്കേഴ്സിൻ്റെയും പ്രശ്നം. ഞാൻ 10-27,000 ആശാ വർക്കർമാരിൽ ഒരു 100-400 ആളുകളാണ് ഇവിടെയുള്ളത്, ഈ സമരത്തിലുള്ളത്. ഇത് ഒരു മാസത്തിൽ ഏതാണ്ട് ഇപ്പോൾ അതിൻ്റെ കേന്ദ്ര ഗവൺമെൻറ് പുറപ്പെടുവിച്ച ചട്ടം പുറത്തു വന്നു. 15 ദിവസമേ പ്രവർത്തിക്കേണ്ടതുള്ളൂ. ഇപ്പോൾ കേരളത്തിലാകട്ടെ ഒരു 13,500 രൂപ അവർക്ക് ലഭ്യമാകുന്നുണ്ട്. യഥാർത്ഥത്തിൽ ആശാവർക്കർമാരുടേത് മാത്രമല്ല, പാചക തൊഴിലാളികളുണ്ട്, തൊഴിലുറപ്പുകാരുണ്ട്, ഇതുപോലെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട്. അവരതെല്ലാം ഒരേപോലെയുള്ള പ്രശ്നങ്ങളാണ്. ഇവർക്ക് ഓണറോറിയമാണ്. അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി കൊടുക്കുന്നതാണ്. കേരള ഗവൺമെൻറ് അവർ 600 അത് 1000 ആക്കി. ഇപ്പോൾ 7000 എത്തി. അവർക്കെല്ലാം കൂടി ഒരു 10,13,500 രൂപ ലഭ്യമാകുന്ന സാഹചര്യം ഉണ്ടാക്കി. അവരെ ഞങ്ങൾ ഗവൺമെൻറ് സർവീസിലുള്ളവരെ കണക്കാക്കണം. അതുകൊണ്ട് ഞങ്ങൾ പിരിയുമ്പോൾ ഞങ്ങൾക്ക് ഇത്ര കാശ് തരണം, ഞങ്ങൾക്ക് പെൻഷൻ തരണം എന്നൊക്കെ പറഞ്ഞാൽ എവിടെയെങ്കിലും നടക്കൂ. അതുകൊണ്ട് ആ സഹോദരിമാരെ, ആശാവർക്കർമാരെ തെറ്റായ കാര്യം ധരിപ്പിച്ച് സമരത്തിലേക്ക് ഇറക്കി അനാവശ്യമായി പ്രശ്നം സൃഷ്ടിക്കാൻ ശ്രമിച്ചവരാണ് യഥാർത്ഥത്തിൽ ഈ സഹോദരിമാരെ ഈ അനാവശ്യ സമരത്തിൽ കൊണ്ടുപോയി ബുദ്ധിമുട്ടിച്ചത്. അവരാണ് അതിന് മറുപടി പറയേണ്ടത്, എന്തിനു വേണ്ടി ചെയ്തു എന്നുള്ളത്. ഗവൺമെൻറ് ഈ കാര്യങ്ങളെല്ലാം ശരിയായിട്ടുള്ളൊരു പൊതു നിലപാട് മാത്രമേ സ്വീകരിച്ചിട്ടുള്ളൂ. അതാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. ആ സഹോദരിമാരോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങൾ നല്ലതുപോലെ ആലോചിച്ച് ആരുടെയെങ്കിലും കയ്യിൽ കളിക്കരുത്. നിങ്ങൾ കാര്യങ്ങൾ ആലോചിച്ച് കഴിയുന്നത്ര വേഗം നിങ്ങൾ നിങ്ങളുടെ പഴയ ജോലികളിൽ പ്രവേശിച്ച് ജോലി ചെയ്ത് ജീവിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക. അതാണ് നമ്മൾ കേരളത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും നമ്മൾ കാണണ്ടേ, ജനങ്ങളുടെ ആകെ പ്രശ്നങ്ങൾ കാണണ്ടേ. ഒരു ഗവൺമെൻറ് ആകുമ്പോൾ എല്ലാ കാര്യങ്ങളും കണ്ടുകൊണ്ട് മാത്രമേ നടപടികൾ സ്വീകരിക്കാൻ പറ്റൂ. വേറൊരു കാര്യം കൂടി ചോദിച്ചാൽ, ഇന്ന് CPIയുടെ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി PA സുധീർ പറഞ്ഞിട്ടുണ്ട്, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ അൻവറിനെ പോലുള്ള ഒരാളെ ഇനി LDF പരിഗണിക്കരുത്. അൻവറിനെ പോലുള്ള ആളെ പരിഗണിച്ചാൽ അത് LDFന് മുഴുവൻ നാണക്കേടാകും എന്നാണ് പറഞ്ഞത്. അത് CPMൻ്റെ സീറ്റാണ്. ആ തരത്തിൽ ഒരു തീരുമാനമെടുക്കുമോ LDFും CPM ഒക്കെ? അദ്ദേഹം എന്തടിസ്ഥാനത്തിലാണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. എത്ര ആലോചിച്ചാലും അതിന് ഉത്തരം കിട്ടുന്നതുമല്ല. അവിടെ നിങ്ങൾ അദ്ദേഹത്തെ തന്നെ പോയി സമീപിക്കൂ. അൻവറയൊക്കെ പാർട്ടി തന്നെ നേരത്തെ ഒഴിവാക്കിയ ഒരാളല്ലേ, അവരോട് പോയി ചോദിക്കൂ, എന്താണ് നിങ്ങൾ പറഞ്ഞത്, എന്താണ് ഉദ്ദേശം എന്നുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിൽ ശക്തമായി പോരാടും, സ്ഥാനാർത്ഥിയെ വെക്കും. എല്ലാ ജയസാധ്യതയും അവിടെയുണ്ട്. ഇടതുപക്ഷ മുന്നണിയുടെ ഒരു സീറ്റാണത്. ആ സീറ്റ് ഇടതുപക്ഷ മുന്നണി ജയിച്ചു.